الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم وفي الجسم والله يؤتي ملكه من يشاء والله واسع عليم. സ്നേഹാദരണീയരായ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്ന അവൻ്റെ വിനീതരായ വിശ്വാസികളെ, അഖില പ്രപഞ്ചവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിമിഷങ്ങളിലും പുലർത്തി ധന്യമായ തഖ്വയുള്ള ജീവിതം നയിക്കണമേ എന്ന് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് കൈമാറുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അവിഭാജ്യമായൊരു ഘടകമാണ് ഉത്തരവാദിത്ത നിർവഹണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മനുഷ്യരും ഉത്തരവാദിത്തം ഏറ്റപ്പെട്ടവരാണ്, അതിനെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു വീട്ടിലെ ഉപ്പ അല്ലെങ്കിൽ ഗൃഹനാഥൻ തൻ്റെ ഇണകളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ളവനാണ്. ഉമ്മയും അതുപോലെ തന്നെ. ഒരു മഹല്ലിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങുന്ന കമ്മിറ്റിയും ആ മഹല്ലിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണ്. ഒരു മദ്രസ കമ്മിറ്റിയും അതിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവനാണ്. ഇങ്ങനെ തുടങ്ങി നാട്ടിലെ പഞ്ചായത്ത് ഭരണം നിർവഹിക്കുന്നവരും മറ്റു നിയമസഭാ സാമാജികന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരും ഈ ഭൂമി ലോകത്തെ ഓരോ മനുഷ്യനും ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടേണ്ടവരാണ്. ആ ഉത്തരവാദിത്തക്കുറിച്ച് നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ 3 ആളുകൾ യാത്ര ചെയ്യുന്നിടത്ത് അതിലെ ഒരാൾ അമീറായിട്ട് ഇരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു.
അത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഉത്തരവാദിത്ത നിർവഹണം എന്ന് വിരൽ ചൂണ്ടുന്ന വാക്കുകളാണിതൊക്കെ. പ്രിയമുള്ളവരെ, ആമുഖമായി നിങ്ങൾ ഓതിക്കെട്ടിരിക്കുന്ന വചനം അതാണ്. ഒരു അമീറിനെ നന്മയിൽ അനുസരിക്കണം, തിന്മയിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരുമാകണം. ത്വാലൂത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ത്വാലൂത്ത് ഒരു രാജാവായി ഒരു സമൂഹത്തിന് നിർണയിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അതാണ് നിങ്ങൾ ആമുഖമായി നിങ്ങൾ ഓതിക്കെട്ടിരിക്കുന്ന വചനം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 247-ാമത്തെ സൂക്തം. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا. ആ സമൂഹത്തിലെ നബി അവരോട് പറഞ്ഞു, നിങ്ങളിലേക്ക് രാജാവായി നിർണയിക്കപ്പെട്ട, അള്ളാഹു നിയോഗിച്ചിട്ടുള്ള, ഉത്തരവാദിത്വം നൽകിയിട്ടുള്ള ഒരാളാണ് ത്വാലൂത്ത് എന്ന് ആ പ്രവാചകൻ ആ സമൂഹത്തോട് പറഞ്ഞു. എന്നാൽ ആ സമൂഹം അവിടുത്തെ പ്രമാണിമാർ, അവിടുത്തെ ചില ആളുകൾ നിഷേധിക്കുകയും അവർ നിഷേധിക്കാനായി പറഞ്ഞ കാരണവും ഒന്നായിരുന്നു. വലിയ സമ്പത്തൊന്നുമുള്ള ആളല്ലല്ലോ ത്വാലൂത്ത്, ഞങ്ങളെപ്പോലെ ധനാഢ്യനായ വ്യക്തിയല്ലല്ലോ, പിന്നെന്തിനാണ് അയാൾക്ക് അധികാരം നൽകുന്നത്? ഞങ്ങൾക്ക് മേലെ എങ്ങനെയാണ് അയാൾ രാജാവായി മാറുക? ഞങ്ങളല്ലേ അധികാരത്തിന് ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ എന്ന് ആ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞുവെന്നാണ്. അന്നും ഇന്നും എന്നും അത്രേ പണമുള്ള ആളുകളാണ് അധികാരം കൈയേറേണ്ടത് എന്ന ഒരു പ്രഖ്യാപിതമല്ലാത്ത ഒരു നയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ അവർക്ക് തിരുത്തി നൽകുകയാണ്. ആരായിരിക്കണം നേതാവ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ ഖുർആൻ പറഞ്ഞു, ത്വാലൂത്തിനുള്ള പ്രത്യേകത എന്നത് ഖാല ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആളാണ് ത്വാലൂത്ത്. വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വഫിൽ ജിസ്ം, അയാൾക്ക് ശാരീര പ്രകൃതിയുള്ള നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. രണ്ടാമതായി പറഞ്ഞത് അയാൾക്ക് വിജ്ഞാനമുണ്ട് എന്നാണ്. നല്ല വിജ്ഞാനമുള്ള ആളാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് അല്ലാഹു നിങ്ങളിലേക്ക് രാജാവായി അയാളെ നിർണയിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ കൃത്യമായി സൂറത്തുൽ ബഖറയിലെ 247-ാമത്തെ സൂക്തത്തിൽ പറയുകയാണ്. എന്നിട്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലാഹു ആരാണ് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അവരെ അല്ലാഹു തിരഞ്ഞെടുക്കുന്നു, അവർക്ക് അധികാരം നൽകുന്നു, അവർക്ക് മുൽക്ക് നൽകുന്നു. അല്ലാഹുവിനാകുന്നു ഏറ്റവും കൂടുതൽ അറിവുള്ളത് എന്ന് ആ വചനം അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നേരിടാൻ പോകുന്നത് വലിയ ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ്. ആ തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഅ്മിനായ വിശ്വാസിയായ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ആരായിരിക്കണം എന്റെ നേതാവ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനൊരു ഇസ്ലാമികമായ രേഖയുണ്ട്, ഇസ്ലാമികമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അയാളെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ആരാണ് ഇമാം, ആരാണ് മലിക്, ആരാണ് നേതാവ്, ആരെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് കൃത്യമായി പറഞ്ഞു നൽകുന്നുണ്ട്. നോക്കൂ, ത്വാലൂത്ത് തന്റെ സൈന്യവുമായി കടന്നു പോകുന്ന വേളയിൽ അവരോട് പറഞ്ഞല്ലോ, നിങ്ങൾ കടന്നു പോകുന്നത് ഒരു പുഴ മുറിച്ച് കടന്നിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. എന്നാൽ ആ പുഴയിൽ നിന്നും വെള്ളം കുടിക്കരുത്, ഒരു ഇറുക്കല്ലാതെ, ഒരു ചെറിയ കുറച്ചു മാത്രമല്ലാതെ നിങ്ങൾ വെള്ളം കുടിക്കരുത്. എന്നാൽ പലരും അത് നിഷേധിച്ചു. പറഞ്ഞതുപോലെ അങ്ങനെ ദീർഘമായി ഒരുപാട് വെള്ളം കുടിച്ച ആളുകളാവട്ടെ ക്ഷീണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നേതാവിനെ അനുസരിക്കണം, നന്മയിൽ അയാളെ പിന്തുടരണം എന്നത് ഇസ്ലാം നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്ന നിർദ്ദേശമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, ഇന്നഹ അമാനത്തുൻ. അമാനത്ത് എന്ന വാക്കിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു ഉത്തരവാദിത്തമാണ്, അധികാരമല്ല. അധികാരം എന്നതിന്റെ പേരിൽ അഹങ്കരിക്കാവുന്ന, ഹുങ്ക് കാണിക്കാവുന്ന ഒന്നല്ല. ഇന്നഹ അമാനത്തുൻ, അതൊരു ഉത്തരവാദിത്തമാണ്. വഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വനദാമത്തുൻ.
പരലോകത്ത് അതിൻ്റെതായ ഹക്കോടുകൂടി നിർവഹിക്കാത്ത മനുഷ്യൻ, ആ നേതാവ് നാളെ പരലോകത്ത് അതിന് ഖിസിയുൻ വനദാമ, ഖേദമായിരിക്കും, അപമാനമായിരിക്കും നേരിടാൻ പോകുന്നത് എന്നതാണ്. അപ്പൊ അതൊരു ഉത്തരവാദിത്തമാണ്. അതിന്റെ ഹക്കോടുകൂടി അത് നിർവഹിക്കണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് ഖേദമായി തീരുന്ന ഒരു ഉത്തരവാദിത്തമാണ് അധികാരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തുകയാണ്. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും രണ്ടു കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവരാകണം, നമ്മളെ ഇഷ്ടപ്പെടുന്നവരാകണം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം, അയാൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവനാകണം. ഇങ്ങനെയുള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്ക് ആ വചനത്തിലൂടെ കാണാൻ കഴിയും. ഖിയാറു അഇമ്മത്തിക്കും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും. നിങ്ങളിൽ ഏറ്റവും നല്ല ഇമാം, ഏറ്റവും നല്ല ഉത്തരവാദിത്വം ഏൽക്കേണ്ട ഒരു വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അയാൾക്ക് വേണ്ടി, അയാളുടെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അയാളുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കണം. നമ്മൾ ഒരാൾക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കുക? അയാൾ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കും. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായതുകൊണ്ടാണ്. അതുപോലെ നമുക്കിഷ്ടപ്പെടുന്ന, നമ്മുടെ മനസ്സിനോട് ഇണങ്ങിയ, നമ്മുടെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന, നമ്മോട് പുഞ്ചിരിക്കുന്ന, നമ്മോട് വാത്സല്യത്തോടെ, ലാളിത്യത്തോടെ, സ്നേഹത്തോടെ, കനിവോടെ വർത്തമാനം പറയുന്ന ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒന്നാമത്തെ ഗുണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട പ്രത്യേകത, അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കുന്നവനാകരുത്, വിനയമുള്ളവനായിരിക്കണം. ഞാൻ ഇവരുടെ എല്ലാം നേതാവാണ് എന്ന് പറഞ്ഞ് അവർക്കുമേൽ അധികാരം ചുമത്തുന്ന, അവർക്കുമേൽ വല്ലാത്ത ഒരു ധാർഷ്ട്യം കാണിക്കുന്ന ഒരാളായി തീരാൻ പാടില്ല. വിനയമുള്ളവനായിരിക്കണം. അതാണ് രണ്ടാമത്തെ ഗുണം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ താക്കോൽ വാങ്ങാൻ ഫലസ്തീനിലേക്ക് പുറപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹവും തന്റെ ഭൃത്യനും കൂടി കടന്നു പോകുകയാണ്. എന്നാൽ ഒരു വാഹനം മാത്രമേ ഉള്ളൂ. ഊഴം വെച്ച് ഒരാൾ വാഹനത്തിന്റെ പുറത്ത് കയറുമ്പോ മറ്റൊരാൾ നടന്നു നീങ്ങുന്നു. അങ്ങനെ ഊഴം വെച്ച് നടന്ന് ഫലസ്തീനിന്റെ ഖുദ്സിന്റെ കവാടത്തിനരികെ എത്തിയപ്പോ ഒരുപാട് മുസ്ലിമീങ്ങളും അവിടുത്തെ ആളുകളും പ്രമുഖന്മാരും പ്രമാണിമാരും പുരോഹിതന്മാരും എല്ലാം കാത്തിരിക്കുകയാണ്. അവർ കാണുന്ന കാഴ്ചയാവട്ടെ, തന്റെ വൃത്യനായ അസ്ലമാണ് വാഹനപ്പുറത്തിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, അയാളാണോ നിങ്ങളുടെ ഉമർ ഖലീഫ? അല്ല, ആ നടന്നു വരുന്ന ഒട്ടകത്തിനെ പിടിക്കുന്ന ആളാണ് ഞങ്ങളുടെ ഖലീഫ ഉമർ എന്നവർക്ക് മറുപടി കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹുങ്ക് കാണിക്കാത്ത, അഹങ്കാരം കാണിക്കാത്ത, വിനയമുള്ള ആളായിരിക്കണം നേതാവ്. എവിടെയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് അന്വേഷിച്ചു വന്ന നിവേദക സംഘത്തോട് ഒരു വീട് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അവർ തിരിച്ചു വന്ന് പറഞ്ഞത്, അവര് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ അവിടെ ഒരു മണ്ണാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും കണ്ടിട്ടില്ല എന്നാണ്. അദ്ദേഹം ഒരു പണിയിലായിരുന്നു. മുസ്ലിമീങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് തന്നെയാണ് ഉമർ ഖലീഫ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, വിനയമുള്ള ഒരാളായിരിക്കണം നേതാവ്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ്. മൂന്നാമതായിട്ടുള്ള പ്രത്യേകത, മറ്റുള്ളവരെ ജോലിക്ക് പറഞ്ഞയച്ച് കൈകെട്ടി നോക്കി നിൽക്കുന്നവനാകരുത്. പണിയെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് കൈകെട്ടി നോക്കി നിൽക്കുന്നവനാകരുത് നേതാവ് എന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യാത്ര പോകുന്നു. ആ യാത്രക്കിടയിൽ അവർ ഒരിടത്ത് ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ സമയമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ട വിറകുകൾ ശേഖരിക്കുന്നു. സഹാബികൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കുക റസൂലേ, ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി വളരെ നിത്യപ്രസക്തമാണ്, അനശ്വരമാണ്, എഴുതി വെക്കേണ്ടതാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്നെ തടയുമെന്ന് എനിക്കറിയാം,
എന്നാൽ ഞാൻ നിങ്ങളിൽ നിന്നും വേറൊരാളായി തീരാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി തീരാനാണ് ഇഷ്ടപ്പെടുന്നത്. അത് അല്ലാഹുവും ഒരിക്കലും ഒരു നേതാവ് ഒരു കൂട്ടത്തിലുള്ളവനായിട്ടല്ലാതെ പുറത്തു മാറി നിൽക്കുന്നവനായി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. എത്ര മനോഹരമാണ്! ഖന്തഖ് യുദ്ധം, കിടങ്ങ് കുഴിക്കുകയാണ്. ആ കിടങ്ങ് കുഴിക്കുന്ന വേള വിശപ്പും ക്ഷാമവുമുള്ള സമയമാണ്. സഹാബികളൊക്കെ വിശക്കുന്ന റസൂലേ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വയറിൽ കെട്ടിവെച്ചിട്ടുള്ള, വിശപ്പറിയാതിരിക്കാൻ കെട്ടിവെച്ചിട്ടുള്ള കല്ലുകൾ കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. എത്ര വിനയമുള്ള, എത്ര ലാളിത്യമുള്ള, എന്നാൽ തന്റെ അണികളോടൊപ്പം സഹചരരോടൊപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് മടമ്പോട് മടമ്പ് നിന്ന് സ്നേഹത്തോടെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവിനെ നമുക്കവിടെ ദർശിക്കാൻ കഴിയും. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമ്മൾ വായിക്കുന്ന വായന. അണികളുടെ ഭാരം തോളിലേറ്റുന്നവനായിരിക്കണം ആ നേതാവ് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇമാമു ജുന്നത്തുൻ, ഒരു നേതാവ് പടയങ്കിയെ പോലെയാണ്. തനിക്ക് പിന്നിൽ പോരാടുന്നവർക്ക് മുന്നിൽ നിൽക്കുന്ന പടയങ്കിയെ പോലെയാണ് ഒരു നേതാവ് എന്ന് പറഞ്ഞു. ഫഇൻ അമറ ബിതഖ്വല്ലാഹി വഅദൽ, അയാൾ ജനങ്ങളോട് സൂക്ഷ്മതാബോധവും ധാർമ്മികതയും നൈതികതയും സനാതന ധർമ്മ മൂല്യങ്ങളും ഉപദേശിക്കുകയാണ് എങ്കിൽ, നീതി ഉപദേശിക്കുകയാണ് എങ്കിൽ അയാൾക്കതിന് പ്രതിഫലമുണ്ട്. എന്നാൽ അധികാരം ലഭിച്ചു, എനിക്കെല്ലാമായി അതിന്റെ ഹുങ്ക് കാണിച്ച അഹങ്കാരത്തോടു കൂടിയാണ് അയാൾ നടക്കുന്നത് എങ്കിൽ ഫഇൻ അമറ ബിഗൈരിഹി ഫഇന്ന അലൈഹി വിസ്റ, തിന്മക്കോ അധാർമികതക്കോ മറ്റുമൊക്കെ കൽപ്പിക്കുന്നവനാണ് എങ്കിൽ അയാൾക്കതിന്റെ കുറ്റമുണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ടുള്ള ഒരു ഗുണം, കൂടിയാലോചന നടത്തുന്നവനായിരിക്കണം. ജീവിതത്തിൽ എപ്പോഴും പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടേക്കാം. എന്നാൽ കൂട്ടുത്തരവാദിത്വത്തോടെ നമ്മളൊരു സംഘമായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ, ഒരു മെയ്യും ഒരു കൈയുമായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിലൊരു നന്മയുണ്ടാകും, അതിലൊരു ശക്തിയുണ്ടാകും, അതിലൊരു ഊർജമുണ്ടാകും, അതിൽ മുന്നോട്ട് പോകുവാനുള്ള കരുത്തുണ്ടാകും എന്നതാണ്. കൂടിയാലോചന നടത്തുന്നവരായിരിക്കണം ഇമാം അല്ലെങ്കിൽ നേതാവ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നോക്കൂ, ഷാമിൽ, ഇന്ന് സിറിയ എന്ന് പറയുന്ന ഷാമിൽ വലിയ ഒരു പ്രയാസമുണ്ടായി, വലിയ ഒരു രോഗമുണ്ടായി, പടർന്നു പിടിക്കുന്ന വലിയൊരു രോഗമുണ്ടായി, വസൂരി പോലുള്ള രോഗമുണ്ടായി. അപ്പൊ ഇസ്ലാമിന്റെ ഖലീഫ എന്നത് പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകുവാൻ തീരുമാനിച്ചു. എന്നാൽ പ്രവാചകന്റെ ഏറ്റവും മുതിർന്ന സഹാബികളായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഒക്കെ അദ്ദേഹത്തെ തടഞ്ഞു. ഖലീഫ, താങ്കൾ ഇപ്പോൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിച്ചു, അൻസാറുകളെയും മുഹാജിറുകളെയും പ്രധാനപ്പെട്ട പ്രമുഖരായ സഹാബികളെയൊക്കെ വിളിച്ചു. എന്താണ് ചെയ്യേണ്ടത്? അവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അവിടെ വലിയ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടി അവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒരു പകർച്ചവ്യാധിയുള്ള സ്ഥലത്തേക്ക് പോകുവാനും പാടില്ല, അവിടെ നിന്നൊരാൾ പുറത്തു പോകുവാനും പാടില്ല എന്ന, നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്വാറന്റൈൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അവിടെ ഉദ്ധരിക്കപ്പെട്ടു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പോയില്ല എന്നതാണ്. അപ്പൊ ചില ആളുകളൊക്കെ ചോദിച്ചു, ഉമറേ, താങ്കൾ അള്ളാഹുവിന്റെ ഖദറിൽ നിന്നും വിധിയിൽ നിന്നും ഒളിച്ചോടുകയാണോ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുത്ത മറുപടി, അള്ളാഹുവിന്റെ ഒരു ഖദറിൽ നിന്നും മറ്റൊരു ഖദറിലേക്ക് പോവുകയാണ് എന്നതായിരുന്നു. പ്രിയമുള്ളവരെ, കൂടിയാലോചന നടത്തുന്നവനായിരിക്കണം ഇമാം എന്ന് അല്ലെങ്കിൽ നേതാവ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. അതാണ് ബദറിലും മറ്റുമൊക്കെ യുദ്ധങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും വിളിച്ചു ചേർത്ത് കൂടിയാലോചന നടത്തിയ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൻഷാവറ ലം യൻദം, കൂടിയാലോചിക്കുന്നവൻ ആരാണോ അവൻ ഖേദിക്കേണ്ടി വരികയില്ല എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂട്ടായ ഒരു ഉത്തരവാദിത്വം, ഒരു ഊർജം, ഒരു ശക്തി നമുക്കതിലൂടെ കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്.
അഞ്ചാമതായിട്ടുള്ള ഒരു നേതാവിന്റെ ഗുണമെന്നത് ജനങ്ങളുടെ സമ്പത്ത്, അഭിമാനം, രക്തം ഇതിന് കാവൽ നിൽക്കുന്നവനായിരിക്കണം. അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നവനല്ല, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവനല്ല, അവരുടെ രക്തം ചൊരിക്കുന്നവനല്ല. അവരുടെ രക്തവും അവരുടെ സമ്പത്തും അവരുടെ അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന, അതിനെ കാവലാളായി നിൽക്കുന്നവനായിരിക്കണം ഒരു നേതാവ് എന്ന് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. നട്ടുച്ച സമയത്ത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഓടിപ്പോകുന്ന ഒരു രംഗം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്. നിങ്ങൾ എങ്ങോട്ടാണ് ഖലീഫ ഓടിപ്പോകുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈത്തുൽ മാലിൽ നിന്നും ചില ഒട്ടകങ്ങളെ കാണാതായിട്ടുണ്ട്, അതിനെ തിരഞ്ഞിറങ്ങുകയാണ്. അപ്പൊ ചോദിച്ചു, ഈ ഉച്ച സമയത്താണോ നിങ്ങൾ പോകുന്നത്? ചൂടൊക്കെ ഒന്ന് ആറി വൈകുന്നേര സമയത്തൊക്കെ ഇറങ്ങിയാൽ പോരെ? ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, നാളെ പരലോകത്ത് സൂര്യന് കീഴിൽ നിൽക്കുമ്പോ ആ ഒരു ചൂടിനെ താങ്ങുവാൻ എനിക്ക് സാധിക്കുമോ എന്നതായിരുന്നു. ആ ഒരു ഉത്ബോധമുള്ള, ആ ഒരു ധാർമ്മികതയുള്ള, ആ സൂക്ഷ്മതയുള്ള വ്യക്തികളായി തീരുവാൻ കഴിയണം. അപ്പൊ ജനങ്ങളുടെ സമ്പത്തിന് കാവൽ നിൽക്കുന്ന, അതിനെ സംരക്ഷിക്കുന്നവനായിരിക്കണം ഒരു നേതാവ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രാത്രിയിലെ സഞ്ചാരങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രാത്രിയിൽ പ്രച്ഛന്ന വേഷമുള്ള, അതിലൂടെ സഞ്ചരിച്ച് ഓരോ നാട്ടിലെയും ഓരോ വീട്ടിലെയും ഓരോ കുടിലെയും വർത്തമാനങ്ങൾ അറിയുന്ന, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഖലീഫയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ സമ്പത്തിനും ജനങ്ങളുടെ അഭിമാനത്തിനും ജനങ്ങളുടെ രക്തത്തിനും കാവൽ നിൽക്കുന്നവനായിരിക്കണം ഒരു നേതാവ് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്ന ഒരു ആപ്തവാക്യം ഇങ്ങനെയാണ്: അക്രമികളോട് ജ്വലിക്കുന്ന തീയായിട്ടും ദുർബലരോട് ഒഴുകുന്ന നദിയായിട്ടും മാറുന്നവനാണ് ഒരു നേതാവ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ ഓർമ്മയാൽ ജീവിതം ധന്യമാക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തുൻ യളില്ലുഹുമുല്ലാഹു തഹ്ത ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലഹ്. നാളെ പരലോകത്ത് ഒരു തണലുമില്ലാത്ത ഒരു ദിവസം തണലേകുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അതിലൊരാൾ അൽ ഇമാം അൽ ആദിൽ, നീതിമാനായ നേതാവ് എന്നാണ്. നീതി എന്നത് വളരെ ആപ്തവാക്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും അനീതിയുടെ വർത്തമാനങ്ങളാണ്. അവിടെ ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു ജ്വലിക്കുന്ന പ്രകാശമായിട്ട്, ഒരു മെഴുതിരി വെട്ടമായിട്ടെങ്കിലും നമ്മളുടെ കൂട്ടത്തിൽ നിന്നും നല്ല നീതിമാന്മാരായ നേതാക്കൾ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് നാളെ പരലോകം എന്നതുകൂടി നമ്മൾ വായിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കിങ്ങനെയാണ്. അദ്ദേഹം ഒരു ഗവർണറെ അന്വേഷിക്കുന്ന രംഗത്ത് ആളുകളോടായി പറഞ്ഞു, എനിക്കൊരാളെ ആവശ്യമുണ്ട്. ജനങ്ങളുടെ കൂട്ടത്തിലാകുമ്പോ അയാൾ ഒരു അമീറിനെ പോലെ പെരുമാറുന്നവനായിരിക്കണം. ഒരു അമീറായി നിൽക്കുമ്പോൾ സാധാരണക്കാരനെ പോലെ പെരുമാറുന്നവനുമായി തീരണം.
അങ്ങനെ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് അർശിന്റെ വലതുഭാഗത്തെ പ്രകാശ ഗോപുരങ്ങളിൽ താമസം ലഭിക്കുന്ന ആളുകളുടെ പ്രത്യേകതകൾ പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലീഹിം വമാ വല്ലഹു. തന്നിലേൽപ്പിക്കപ്പെട്ട കുടുംബത്തെയും ആളുകളെയും കൂട്ടരെയും നീതി പാലിക്കുന്നവരായിരിക്കും അവർ എന്നതാണ്. നമ്മളൊന്നും ചിലപ്പോൾ തിരഞ്ഞെടുപ്പിനൊന്നും മത്സരിക്കുന്നുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഒരു ഉപ്പ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക്, മക്കൾ എന്ന നിലക്ക്, ഒരു സ്ഥാപനത്തിന്റെ മേധാവി എന്ന നിലക്ക്, ഒരു സംഘടനയുടെ ചുമതലയുള്ള ആളെന്ന നിലക്ക്, ഒരു സംഘത്തിന്റെ നേതാവ് എന്ന നിലക്ക് ഒക്കെ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് നീതി എന്നുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അർഹമുർ റഹീമീനായ നാഥ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, പാകപ്പിഴവുകൾ നീ പുറത്തു മാപ്പാക്കി നൽകണ നാഥ. അല്ലാഹുവേ, നീ ഗഫൂറും വദൂദുമാണ്, റഹീമും റഹ്മാനുമാണ്, അർശിന്റെ ഉടയോനാണ്, ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിച്ചവനും നിയന്ത്രിക്കുന്നവനും പരിപാലകനുമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന നല്ല നേതാക്കന്മാരെ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി നൽകണേ നാഥ. അല്ലാഹുവേ, നല്ല നേതാക്കളെ തിരഞ്ഞെടുത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, ഗുരുനാഥന്മാർ, ഞങ്ങളേറെ ഇഷ്ടപ്പെട്ടിരുന്നവർ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബറിടം വിശാലമാക്കി അതിൽ പ്രകാശം ചൊരിയണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളെ വളർത്തി വലുതാക്കിയ, ഞങ്ങളെ സ്നേഹിച്ച, വാത്സല്യത്തോടെ, കനിവോടെ, അലിവോടെ, സ്നേഹത്തോടെ ഞങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ നീ നന്മ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിച്ചു നൽകണേ നാഥ. അല്ലാഹുവേ, ഈ നാടിനെയും ഈ നാട്ടുകാരെയും സകലമാന പ്രയാസങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, മാരകമായ അസുഖങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നുമെല്ലാം നീ കാത്തുരക്ഷിക്കണേ നാഥ. അല്ലാഹുവേ, ലോകത്തിന്റെ പല ദിക്കുകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വാപ്പമാർ നഷ്ടപ്പെട്ട യതീമായ മക്കളുണ്ട്. ഈ ഇണകൾ നഷ്ടപ്പെട്ട ഭാര്യമാരും വിധവകളും ഒക്കെ ഉണ്ട്. അല്ലാഹുവേ, മിസൈലാക്രമണങ്ങൾ കൊണ്ടും യുദ്ധക്കെടുതികൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് നീ മാത്രമാണ് അത്താണിയായിട്ടുള്ളത്, നീ മാത്രമാണ് സനദും സമതുമായിട്ടുള്ളത്. അല്ലാഹുവേ, അവർക്ക് നിന്റെ ശാന്തിയും സമാധാനവും ഇറക്കിയാൽ അവരെ നീ അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات غير أحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا